ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എയ്തറിന് വേണ്ടിയിട്ട് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗ്ലൗ ബോക്സ് ആണ്. നമുക്കറിയാം, നമ്മുടെ എയ്തറിൽ അണ്ടർ ദ സീറ്റ് സ്റ്റോറേജ് അല്ലാതെ വേറൊരു സ്റ്റോറേജും ഇല്ല. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും നമുക്കൊരു ഫോൺ പോലും വെക്കാനുള്ളൊരു ചെറിയ ഗ്ലൗ ബോക്സ് പോലും അതിൽ വരുന്നില്ല. അവിടെയാണ് ഈ ഒരു ഗ്ലൗ ബോക്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണ്, പേഴ്സ്, കാർഡ് ഹോൾഡർ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ, നമുക്കിപ്പോൾ ബൂട്ടിനകത്ത് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല എങ്കിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈ ഫ്രണ്ടിലെ ഗ്ലൗ ബോക്സിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കുറച്ച് നാൾ മുമ്പാണ് ഞാൻ നിങ്ങൾക്കൊരു കസ്റ്റം മഡ് ഗാർഡ് പരിചയപ്പെടുത്തി തന്നിരുന്നത്. അത് ചെയ്തായിരുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള അജീൻ ജിനീഷും കൂടെയാണ്. രണ്ടുപേരും എയ്തർ ഓണേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ഈ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് തന്നെ ഞാനും നാരായണൻ ബ്രോയും കൂടെ അവർക്ക് കുറച്ച് സജഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സാരി ഗാർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ്, അങ്ങനെ കുറച്ച് ഐഡിയാസൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ടാണ് അവർ ഈ ഒരു ഗ്ലൗ ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയട്ടെ, ഇതൊരു എയ്തറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആക്സസറി അല്ല, ഇതൊരു തേർഡ് പാർട്ടി ആക്സസറിയാണ്. എന്നിരുന്നാലും ഇത് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ യാതൊരു രീതിയിലുള്ള വാറൻറ്റി ഇഷ്യൂസും ഉണ്ടാവില്ല. കാരണം നമ്മൾ നമ്മുടെ വണ്ടിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു സ്ക്രൂ പോലും ഇതിന് വേണ്ടിയിട്ട് മാറ്റുന്നില്ല എന്നുള്ളതാണ്. യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും നമ്മൾ വണ്ടിയിൽ വരുന്ന കോമ്പണൻസിൽ വരുത്തുന്നില്ല. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമായി. ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇതിനകത്ത് പല സാധനങ്ങളും വെച്ചിട്ട് പല കണ്ടീഷൻസിലൂടെയും ഓടിച്ചൊക്കെ നോക്കി. എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലൗ ബോക്സ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഗ്ലൗ ബോക്സ് ഇവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുള്ള സ്ക്രൂസ് ഊരി മാറ്റാതെ എങ്ങനെ നമുക്കിത് വാറൻറ്റീനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്കിത് പോസിബിൾ ആക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പാനലിൽ വരുന്ന സ്ക്രൂസ് ഊരി ഇത് ഫിറ്റ് ചെയ്തിട്ട് അതേ സ്ക്രൂസ് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സ്ക്രൂസ് വെച്ച് അതിരിക്കുന്നുണ്ടായിരുന്നില്ല, അതൊരു ഇഷ്യൂ ആയിരുന്നു. പിന്നീട് സ്ക്രൂ മാറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇതുപോലെ സർവീസ് സെൻറ്ററുകാരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു സ്ക്രൂ മാറ്റാൻ പറ്റില്ല, സ്ക്രൂ മാറ്റിയാൽ നമ്മുടെ വാറൻറ്റിയെ ബാധിക്കും എന്നുള്ളത്. അങ്ങനെ ആലോചിച്ചാണ് ലാസ്റ്റ് അജിയും ജിനീഷും കൂടെ ഈ ഒരു ഐഡിയ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ ഗ്ലൗ ബോക്സിൽ ബാക്കിലായിട്ട് 4 ലെഗുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 ലെഗുകളും നമ്മുടെ വണ്ടിയുടെ സ്ക്രൂ ചെയ്യുന്ന ആ ഹോളിനകത്തേക്ക് ജസ്റ്റ് പുഷ് ചെയ്ത് വെക്കാം. ഇത് കൂടാതെ 3M ടേപ്പും കൂടെ നമ്മൾ അകത്തേക്ക് ഒട്ടിച്ചിരിക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. 3M ടേപ്പിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സൈഡഡ് ടേപ്പാണ്. നമ്മൾ ജസ്റ്റ് അത് ഫിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അത് നല്ലപോലെ ബോണ്ടായി ചേർന്നിരിക്കും. അപ്പോൾ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഗ്ലൗ ബോക്സ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ വണ്ടിയുടെ ആ ലുക്കിനെ യാതൊരു രീതിയിലും ഇമ്പാക്റ്റ് ചെയ്യാത്ത രീതിയിലാണ്, അതായത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ആ ഒരു സ്പോർട്ടി ലുക്കിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവരിത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കറിയാം, നമുക്ക് എയ്തറിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു സ്റ്റോറേജ് ബാഗ് ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വൈൽഡ് ക്രാഫ്റ്റിൻ്റെ 2999 രൂപയ്ക്കാണ് അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതാണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മളത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ആ ലുക്ക് കംപ്ലീറ്റ്ലി പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഗ്ലൗ ബോക്സ് ആകുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇപ്പോൾ ഞാനിത് 2-3 ദിവസമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് എൻ്റെ ഫോണും കാർഡ് ഹോൾഡറും 2 പാലും കുറച്ച് സ്നാക്സും ഒരു ചെറിയ കുപ്പി ഷാമ്പൂ, ഒരു ചെറിയ ബോട്ടിൽ ഫ്രൂട്ടിയൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ദൂരമൊക്കെ വണ്ടി ഓടിച്ചു. എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അത്യാവശ്യം ഗട്ടറിലൂടെ ഓടിക്കുമ്പോഴൊന്നും യാതൊരു പ്രശ്നവും തോന്നിയില്ല. ഈവൻ ഫോണാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് വെച്ചിട്ട് ഗട്ടറിലൂടെ ഓടിക്കുന്ന സമയത്ത് ഫോൺ ഗ്ലൗ ബോക്സിനകത്തൂടെ ചാടി പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു റിവ്യൂ ആണ്. കാരണം ഞാൻ 2-3 ദിവസമായിട്ടുള്ളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാസങ്ങളോളം യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ടുള്ള യെറ്റ് നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിനടിയിൽ തന്നെ മഴ വല്ലതും പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാനുള്ള രീതിയിൽ 2 ഹോളുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് അതിനർത്ഥം നമുക്ക് 2 കിലോ ഓറഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കാമെന്നൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഫോണ്, പേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 2-3 പാക്കറ്റ് പാല് അല്ലെങ്കിൽ സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ ഫോണോ പേഴ്സോ ഒക്കെ അതിനകത്ത് വെക്കാം. പ്രൊവൈഡഡ് നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇതെടുക്കാൻ മറക്കരുത്. നമുക്ക് ഫോണ് ഒക്കെ അതിനകത്ത് വെക്കാം. മേ ബി നമുക്ക്
ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലൗ ബോക്സിൽ നിന്ന് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ നടക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം കടയിലൊക്കെ പോയി പാലൊക്കെ വാങ്ങിയിട്ട് വരാനാണെങ്കിൽ നമുക്ക് ബൂട്ടൊന്നും ഓപ്പൺ ചെയ്യേണ്ട, ജസ്റ്റ് പോയി പാല് വാങ്ങിക്കാം, 3 പാക്കറ്റ് പാലെടുത്ത് ഫ്രണ്ടിലിടാം, എന്നിട്ട് നമുക്ക് അത് കൊണ്ടുവരാം. തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഫ്രണ്ടിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ആക്സസബിൾ ആണ്. നമുക്ക് താക്കോലിട്ട് തിരിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്ത് ബൂട്ട് അടച്ച് അങ്ങനെയുള്ളൊരു ഇൻകൺവീനിയൻസ് ഇല്ല. ഈവൻ ഇഫ് നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വലിയ വലിയ സാധനങ്ങൾ നമ്മുടെ ബൂട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാലും ബാക്കി വരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് ഈ ഒരു ഗ്ലൗ ബോക്സിനകത്ത് വെക്കാൻ സാധിക്കും. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സംഭവം തന്നെയാണ്. ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തറിൻ്റെ സ്റ്റോറേജ് ബാഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയിലും താഴെയാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ്. 1400 രൂപയാണ് ഇതിന് അവരിട്ടിരിക്കുന്ന ഒരു വില. എയ്തറിൻ്റെ സ്റ്റോറേജ് ബാഗിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 2999 രൂപയാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു പ്രൈസിങ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോസായിട്ട്, അതായത് നല്ല കാര്യങ്ങളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ആണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാം. വാറണ്ടി റിലേറ്റഡ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് 3M ടേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇങ്ങനെയൊരു ഗ്ലൗ ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഉടനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ്, 2 പേരൊക്കെ ആയിട്ടിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് മുട്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കണമെന്ന്. ഞങ്ങൾ ഒരാളും അല്ലെങ്കിൽ 2 പേരൊക്കെ ആയിട്ടിരുന്ന് നോക്കി, ഒരു കാരണവശാലും നമ്മുടെ കാല് ഈ ഗ്ലൗ ബോക്സിൽ മുട്ടില്ല. നമ്മൾ എത്രത്തോളം ഫ്രണ്ടിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാലും, മാക്സിമം കയറി ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ കാല് ഗ്ലൗ ബോക്സിൽ മുട്ടില്ല. പകരം മേ ബി നമ്മൾ അത്യാവശ്യം ഹൈറ്റുള്ള ആളാണെങ്കിൽ നമ്മുടെ മുട്ടുകാല് നമ്മുടെ വണ്ടിയിലെ ആ 2 സൈഡ് ഫെൻഡേഴ്സിൽ മുട്ടുന്നതല്ലാതെ നമ്മുടെ ഗ്ലൗ ബോക്സിലേക്ക് ഒരു കാരണവശാലും മുട്ടില്ല. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ, വീതി കുറച്ചിട്ടാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണും പവർ ബാങ്കും പേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അത്യാവശ്യം കുറച്ച് സ്നാക്സോ പാലോ ചെറിയ ബോട്ടിൽ വാട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാൻ സാധിക്കും. ചെറിയ ബോട്ടിലാണ്, അത്ര വലിയ ബോട്ടിലൊന്നും നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്സസറിയാണ്. കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെ പറയണമെങ്കിൽ ഇനിയും കുറച്ച് നാൾ യൂസ് ചെയ്താൽ ഞാൻ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതൊരു ഇനീഷ്യൽ റിവ്യൂ മാത്രമാണ്, ഇതങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. എന്നിരുന്നാലും ഒരു മോശം പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ വളരെ നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എന്നിരുന്നാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എയ്തറിൻ്റെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ സ്റ്റോറേജ് ബാഗ് വെക്കുന്നതിനേക്കാളും ഭേദം ഈ ഒരു ഗ്ലൗ ബോക്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അതിൻ്റെ പകുതിയിൽ താഴെ വിലയുള്ളൂ, എന്നാൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് ഓർഡർ ചെയ്യാമെന്നുള്ളതാണ്. അത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാമെന്നുള്ളതാണ്. ഇനിയും പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ആക്സസറീസ് റിവ്യൂസ് വണ്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ.